ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിൻസ് ഹീച്ചിങ്ങും വാനറും അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. രാവിലെ തന്നെ നമ്മുടെ ഹീറോയിനെ അന്വേഷിച്ച് അവളുടെ ഡോറിൽ കൊട്ടുന്ന കിങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. എത്ര കൊട്ടിയിട്ടും അവളിൽ നിന്നും ഒരു റെസ്പോൺസും കേൾക്കാത്തതുകൊണ്ട് അവൻ ഡോർ തുറന്ന് അകത്ത് നോക്കുന്നു. അപ്പോൾ അവളെ അവിടെ കണ്ടില്ല. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ അവൾ ഇത് എവിടെ പോയി എന്ന് പിറുപിറുത്തോണ്ട് അവൻ ജോലി സ്ഥലത്ത് പോയി നോക്കുന്നു. എത്തിയതും നമ്മുടെ കിങ് കാണുന്നത് നമ്മുടെ ഹീറോയിൻ മിനിസ്റ്റർ ലീക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. മിനിസ്റ്റർ ലീനെ പരിചരിക്കുന്നതാണ് അവൻ കാണുന്നത്. അത് കണ്ടതും നമ്മുടെ കിങ്ങിന് ഒരുപാട് സങ്കടവും അസൂയയും തോന്നി. കിങ് അവിടെ നിന്നിട്ട് കിങ്ങിനെ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ സംശയവും തോന്നി. അവൾക്ക് മിനിസ്റ്റർ റിയോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അവൻ വിചാരിച്ചു. ഒന്നും കണ്ടു നിൽക്കാൻ വയ്യാതെ നമ്മുടെ കിങ് തന്നെ ഹീറോയിനെ വിളിച്ചു. അവന്റെ സൗണ്ട് കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, ഹാ കിങ്ങെ, താങ്കൾ എപ്പോഴാ വന്നത് എന്ന് സന്തോഷത്തോടെ ചോദിച്ചു. പക്ഷേ നമ്മുടെ കിങ്ങിന് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, നീ നേരത്തെ എണീറ്റ് എത്ര എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. നിനക്ക് മിനിസ്റ്റർ ലിയോയോടുള്ള ആത്മാർത്ഥത ഇത്രയും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. കിങ് പോയത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ ഞാനിപ്പോൾ എന്തോ ചെയ്തിട്ടാണ് നമ്മുടെ കിങ് ഇങ്ങനെ പോയത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ അന്തം വിട്ട് നിൽക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വാനറും പ്രിൻസ് ഹീച്ചിങ്ങും സേഫായിട്ട് തിരിച്ച് ടെമ്പിളിൽ എത്തിയതാണ്. എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്ന് വാനർ പറയുമ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, നമ്മൾ തിരിച്ച് പാലസിൽ എത്തിയ ശേഷം ഞാൻ ബോർഡറിലോട്ട് പോവാൻ കിങ്ങിനോട് പെർമിഷൻ ചോദിക്കാം. അപ്പോൾ ഞാൻ ബോർഡറിലോട്ട് പോകുമ്പോൾ നിന്നെയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പിണങ്ങി നിൽക്കുന്ന നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇന്നലെ രാത്രി എന്താ നല്ലോണം ഉറങ്ങിയില്ലെന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയിൻ വന്നപ്പോൾ എൻ്റെ ഉറക്കത്തെ പറ്റിയൊക്കെ ചോദിക്കാൻ നിനക്കതിന് നേരമുണ്ടോ? നീ എപ്പോഴും ലീഡർ പുറകെ അല്ലേ, അയാളെ അല്ലേ നിനക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അതെന്താന്ന് വെച്ചാൽ മിനിസ്റ്റർ ലിയെ കാണാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്. ഞാൻ ചെറുതായപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ പറ്റി മരിച്ചതാണ്. ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് മിനിസ്റ്റർ ലിയെ കാണാൻ. മിനിസ്റ്റർ ലിയുടെ പുറകെ നടക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പുറകെ നടക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിനിസ്റ്റർ ലിയുടെ പുറകെ നടക്കുന്നത് എന്ന് അവൾ വിഷമത്തോടെ പറയുമ്പോൾ അവൻ്റെ തെറ്റ് അവന് മനസ്സിലാവുകയും അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. സീനിൽ നമ്മൾ കാണുന്നത് പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ ബോഡി ഗാർഡ് വന്ന് പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറയുകയാണ്, മിസ്സു മനഃപൂർവ്വമല്ല വാനറിനെ തെള്ളിയിട്ട് അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുകയാണ്, എന്നാൽ പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും വേറെ ആരെയും അറിയിക്കാൻ നിൽക്കണ്ട. മിസ്സുവിനെ പെട്ടെന്ന് തന്നെ പാലസിലോട്ട് തിരിച്ചു പറഞ്ഞു വിട്ടേക്ക്, ഇനി ഇവിടെ നിർത്തണ്ട എന്ന് പറയുന്നു. ശേഷം ബോഡിഗാർഡ് പറയുന്നു, പ്രിൻസെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കിങ്ങും എമിസേരിയും പോയ സ്ഥലത്ത് നമ്മുടെ കിങ്ങിനെ ചുറ്റിപ്പറ്റി കുറേ കൊലയാളികൾ നിൽക്കുന്നതായിട്ട് എനിക്കൊരു വിവരം കിട്ടി. കിങ്ങിനെന്തോ ആപത്ത് വരാനിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, എന്നാൽ പിന്നെ ഞാൻ വേഗം കിങ്ങിൻ്റെ അകത്തോട്ട് പോകട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മിനിസ്റ്റർ ലൂയുടെ കൈവേദനയ്ക്കുള്ള എന്തോ ഒരു ഇല തപ്പി നമ്മുടെ ഹീറോയിനും കൂടി കാട്ടിലൂടെ നടക്കുന്നതാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഇപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ സുഖവും സൗകര്യവും ഓർത്ത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ എന്ത് അസുഖത്തിനും അപ്പം തന്നെ ഓയിൻമെന്റും ഗുളികയും ഒക്കെ കിട്ടും. എല്ലാം റെഡിമെയ്ഡ് ആണ്. ഇത് നമ്മളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നു, നിങ്ങളുടെ നാട് അത്രയ്ക്കും നിനക്ക് ഇഷ്ടമാണോ? നിനക്കിപ്പോൾ പോവാൻ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് പോകണമെന്നില്ല. നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവനത് ഒരുപാട് സന്തോഷമായി. പക്ഷേ അപ്പം തന്നെ അവൾ പറഞ്ഞു, നിങ്ങളെ മാത്രമല്ല ലൂവിനെയും ലീനെയും അതേപോലെ കോങ്ങിനെയും വാനറിനെയും ഒക്കെ ഞാൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് ചെറുതായിട്ടൊരു അസൂയ തോന്നി. അങ്ങനെ കഥ പറഞ്ഞ് ശ്രദ്ധിക്കാതെ നടന്ന് അവൾ ഒരു കല്ലിൽ തട്ടി വീഴുന്നു. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഒരു മരച്ചോട്ടിൽ സേഫായിട്ട് കൊണ്ടുപോയിരുത്തിയിട്ട് അവൻ സ്വയം അവളുടെ ഷൂസ് ഊരിയിട്ട് അവളുടെ കാല് നോക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നല്ലോണം മുളുക്കിയിട്ടുണ്ടല്ലോ, നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ എടുത്തോണ്ട് പോവാം എന്ന് പറയുന്നു. ആദ്യം അവളൊന്ന് നിരസിച്ചെങ്കിലും കാലിൻ്റെ വേദന കാരണം അവൾക്ക് കയറേണ്ടി വന്നു. അങ്ങനെ അവൻ അവളെ എടുത്തോണ്ട് പോകവേ അവൾ പറയുന്നു, ഈ ലോകത്ത് വെച്ച് ഇപ്പം ഏറ്റവും സന്തോഷവതി ഞാനാണ്. കാരണം എന്നെ കിങ് സ്വയം എടുത്തോണ്ട് പോകുന്നു. ഈ ഭാഗ്യം ആർക്കും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, അത് പിന്നെ നിന്റെ കാല് ഉളിക്കൊണ്ടല്ലേ എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, എൻ്റെ സ്ഥാനത്ത് ആരുടെ കാല് ഉളിക്കിയാലും നിങ്ങൾ ഇതേപോലെ എടുത്തോണ്ട് പോവോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനിങ്ങനെ മരുന്ന് പറിക്കാനൊക്കെ കാട്ടിലേക്ക് കൂട്ടിന് വരുമോ എന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ അവർ നടന്ന് അങ്ങാടിയിൽ എത്തിയപ്പോൾ അവൾ പറയുന്നു, ഇനി എന്നെ താഴെ ഇറക്ക്, ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് അവൾ കിങ്ങിൻ്റെ മേത്തൊന്ന് ചാടി ഇറങ്ങുന്നു. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും അവൾ ഇറങ്ങിയത് ഇഷ്ടപ്പെടാതെ അവളെ എടുത്തോണ്ട് തന്നെ അവളെ റൂമിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പുറത്ത് എംപ്രസ് ഡോവേജർ എൻ്റെ മോനെ കണ്ടിട്ട് 2-3 ദിവസമായി, എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞ് കിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ സെർവൻറ്റ് പറഞ്ഞു, അത് പിന്നെ എമിസേരി ഇറങ്ങണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയാണ്ട് എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞ് കിങ്ങിനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നു. എംപ്രസ് ഡോവേജർ വരുന്നതറിഞ്ഞ് കിങ്ങിന് പകരമായി അഭിനയിക്കാൻ കോങ്ങിനോട് പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കാത്തതുകൊണ്ട് ലൂ തന്നെ കിങ്ങിന് പകരം അഭിനയിക്കാൻ അകത്ത് കയറി വാതിലടച്ചു. എല്ലാം അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി.
അങ്ങനെ എംപ്രസ് ഡോവേജർ അവിടെ വന്ന് കോങ്ങിനോട് എൻ്റെ മോൻ എന്തിയെ, എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞ് ഡോറിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അകത്ത് നിന്ന് നേരത്തെ അവർ റെക്കോർഡ് വെച്ച കിങ്ങിൻ്റെ വോയിസ് റെക്കോർഡ് ലൂ കേൾപ്പിച്ചു കൊടുക്കുന്നു. അമ്മയെ ഞാനിവിടെ സുഖമായിരിക്കുന്നു, എമിസേരി പുറത്തേക്ക് ഇറങ്ങണ്ട, ആരെയും കാണണ്ട എന്ന് പറഞ്ഞു. അമ്മ സന്തോഷത്തോടെ പോയി വാ, എന്നെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് എംപ്രസ് ഡോവേജറിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. എംപ്രസ് ഡോവേജറും സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മിനിസ്റ്റർ ലൂ പറയുന്നു, ഇന്നത്തോടുകൂടി കനാലിൻ്റെ പണി തീരും, നാളെ തൊട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് അവർ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കെ കിങ്ങിനെ കൊല്ലാൻ വന്ന കൊലയാളികൾ ചാടി വീഴുന്നു. അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ സംഭവിക്കുന്നു. നമ്മുടെ മിനിസ്റ്റർ ലീക്ക് ഒരു വെട്ടുകൊള്ളുകയും ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ കിങ്ങിന് സഹായമായിട്ട് പ്രിൻസ് ഹീച്ചിങ്ങും എത്തിച്ചേരുന്നു. അങ്ങനെ അവിടെ നല്ല ഫൈറ്റ് നടക്കുകയും പ്രിൻസ് ഹീച്ചിങ്ങിന് ഒരു കുത്തേറ്റുവെങ്കിലും നമ്മുടെ കിങ്ങും പ്രിൻസ് ഹീച്ചിങ്ങും കൂടി എല്ലാവരെയും വകവരുത്തി. അങ്ങനെ നമ്മുടെ കിങ് തന്നെ സ്വയം പ്രിൻസ് ഹീച്ചിങ്ങിനെ എടുത്തുകൊണ്ട് മിനിസ്റ്റർ ലീയുടെ വീട്ടിലെത്തിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു. കുത്തേറ്റത് നെഞ്ചത്താണെങ്കിലും അധികം ആഴത്തിലല്ലാത്തോണ്ട് ജീവന് ഭീഷണിയില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും പ്രിൻസ് ഹീച്ചിങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കെ മിനിസ്റ്റർ ലീയുടെ ഭാര്യയും മോളും നാട്ടിൽ നിന്ന് വരുന്നു. മോളെ കണ്ടതും നമ്മുടെ ഹീറോയിൻ വിചാരിക്കുന്നു, എൻ്റെ അച്ഛനെ പോലെ മിനിസ്റ്റർ ലീക്കും ഒരു മോളാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പം തന്നെ അകത്തുനിന്ന് പ്രിൻസ് ഹീച്ചിങ് എണീറ്റ് സൗണ്ട് കേൾക്കുകയും അവർ അങ്ങോട്ട് പോവുകയും ചെയ്തു. എണീറ്റ പാടെ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, അത് പിന്നെ കിങ്ങിനെ കൊല്ലാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അതാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നീ എൻ്റെ മേലെ ആരോ സ്പൈ ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വാനർ പറഞ്ഞ് എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തി എന്നോട് കിങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ലെറ്ററിൻ്റെ കാര്യവും എല്ലാം കിങ്ങിനോട് പറയുന്നു. കിങ്ങും ഇപ്പോഴാണ് എല്ലാം അറിയുന്നത്. പരസ്പര തെറ്റിദ്ധാരണകൾ മാറിയതുകൊണ്ട് തന്നെ കനാലിൻ്റെ കാര്യം നമ്മുടെ കിങ്ങും പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറയുന്നു. പ്രിൻസ് ഹീച്ചിങ്ങിനും ഒരുപാട് സന്തോഷമാവുന്നു. എല്ലാ സപ്പോർട്ടും അവൻ അറിയിക്കുന്നു. എന്നാലും കിങ് പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറയുന്നു, കല്യാണം കഴിഞ്ഞെങ്കിലും വാനറിനെ കണ്ട് നീ നേരത്തെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചില്ലെങ്കിൽ ഈ വിഷയം ഇവിടെ വരെ എത്തത്തില്ലായിരുന്നു, നിനക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് ചോദിക്കുന്നു, പറയുന്ന ആൾക്ക് നല്ല ധൈര്യമാണല്ലോ, നിങ്ങൾ എമിസേരി സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾ പറയാത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഈ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ചോദിച്ചത് നമ്മുടെ കിങ് അവിടുന്ന് വേഗം തടി തട്ടുന്നു. തൻ്റെ സ്നേഹം ഹീറോയിനോട് എങ്ങനെ പറയും എന്ന് കരുതി ഇങ്ങനെ ആശങ്കയിലിരിക്കുമ്പോഴാണ് ഹീറോയിൻ ബാക്കിൽ നിന്ന് വന്ന് കണ്ണു പൊത്തുകയും താൻ ആരാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിരിച്ചോണ്ട് അവൻ പറയുന്നു, നീയല്ലാതെ എൻ്റെ കണ്ണു പൊത്താൻ ധൈര്യമുള്ള വേറെ ആരാണ് ഈ രാജ്യത്തുള്ളത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രിൻസ് ഹീച്ചിങ് അപ്പുറത്ത് നിന്ന് നോക്കുകയും ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞ് കയറി പോവുകയും ചെയ്യുന്നു. നമ്മുടെ കിങ്ങാട്ടെ എന്ത് വന്നാലും ശരി എൻ്റെ സ്നേഹം ഇന്ന് അവളോട് പറയണമെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് അവളോട് ആ സ്നേഹം പറയാൻ നിന്നപ്പോഴത്തേക്കിനും അയ്യോ ഞാൻ ഒരുപാട് ടയേർഡായി, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. അവൾ പോയ ശേഷം അത് പറയാൻ കഴിയാത്തതിൽ അവൻ ഒരുപാട് വിഷമിക്കുന്നു. റൂമിലെത്തി അവൾ കിങ് അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരുപാട് സന്തോഷിക്കുന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോവേണ്ടവളല്ലേ, ഇതിലൊന്നും ചെന്ന് പെടണ്ട എന്ന് കരുതി തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ കിങ്ങും ഹീറോയിനും പുറത്തിറങ്ങിയപ്പോഴാണ് മിനിസ്റ്റർ ലീയുടെ മോളെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. അവരെല്ലാവരും അവിടെ തിരഞ്ഞെങ്കിലും കണ്ടില്ല. മിനിസ്റ്റർ ലീയും വൈഫും ഒരുപാട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോള് തന്നെത്താനെ വരികയും ഞാൻ മുട്ടായി വാങ്ങാൻ പോയതാണെന്ന് പറയുകയും ചെയ്തു. മിനിസ്റ്റർ ലീയുടെയും വൈഫിൻ്റെയും വിഷമം കണ്ട് നമ്മുടെ ഹീറോയിനും തോന്നി, എന്നെ കാണാനിട്ട് എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെ കരയുന്നുണ്ടാവുമല്ലോ, എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് തിരിച്ചെത്താനുള്ള വഴി കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് കാണുകയും അത് അവൾ ഇങ്ങോട്ട് വരാൻ കാരണമായ അതേ ബ്രിഡ്ജാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നു. അവിടെ ചെന്നാൽ എനിക്ക് തിരിച്ചെത്താനുള്ള വഴി കിട്ടുമെന്ന് കരുതി അവിടെ ചെന്നതും അവിടെയുള്ള വർക്കർ അവളെ തടയുകയും ഇങ്ങോട്ടേക്ക് തൽക്കാലം ആർക്കും കയറാൻ പറ്റത്തില്ല, ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് തിരിച്ചയച്ചു. അങ്ങനെ കനാലിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് നമ്മുടെ പ്രിൻസ് ഹീച്ചിങ്ങും കിങ്ങും ഹീറോയിനും കൂടി തിരിച്ച് ടെമ്പിളിലോട്ട് യാത്ര തിരിച്ചു. അവരെല്ലാവരും ഒരുമിച്ചാണ് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ നമ്മുടെ കിങ്ങിന് ഹീറോയിനോടുള്ള ഇഷ്ടവും റൊമാൻസും കണ്ട് പ്രിൻസ് ഹീച്ചിങ്ങിനും ഒരുപാട് സന്തോഷമായി. ഇപ്പുറത്ത് ടെമ്പിളിലാണെങ്കിലോ അവിടുത്തെ കിച്ചണിൽ തീ പിടിക്കുകയും എല്ലാവരും പരിഭ്രാന്തരാവുകയും ചെയ്തു. ക്യൂൻ മദർ കിങ്ങിന് എന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഇല്ല, കിച്ചണിൽ നിന്നും ഒരുപാട് അകലെയാണ് കിങ്ങിൻ്റെ റൂം, കിങ്ങിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും എനിക്കിപ്പോൾ കിങ്ങിനെ കാണണം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കിങ്ങിൻ്റെ റൂമിലോട്ട് പോകുന്നു. കിങ് അവിടെ ഇല്ലാത്ത കാര്യം വാനറിന് അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ ക്യൂൻ മദറിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. ഇപ്പുറത്ത് കിങ്ങും കൂട്ടറും ഒളിച്ചും പമ്മിയും റൂമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് റൂമിൻ്റെ സൈഡ് ഹോളിലെത്തിയതും ക്യൂൻ മദർ അവിടുന്ന് വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കിങ്ങിൻ്റെ കള്ളക്കളി ക്യൂൻ മദർ കണ്ടുപിടിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്